ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ചിങ്ങം 1 ആണ്ടുപിറപ്പിൻ്റെ അന്നെടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ദിവസത്തെ കുറച്ച് സമയങ്ങൾ. അപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. അപ്പം അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ദൈവത്തിനോട് നല്ലപോലെ പ്രാർത്ഥിച്ച് ഈ വർഷം നല്ല രീതിക്ക് പോകണേ എന്ന്. അപ്പം അതിനുശേഷം നമ്മൾ രുദ്രൻകുട്ടനെ കുളിപ്പിച്ച് ആദ്യം, എന്നിട്ട് അവനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഒന്ന് ഒരുക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. രുദ്രൻകുട്ടനെ ഒരുക്കിയിട്ട് വേണം നമുക്ക് സത്യക്കുട്ടനെയും കൂടെ ഒന്ന് കുളിപ്പിക്കണം. എന്നിട്ട് അവർക്ക് കാപ്പി കൊടുക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. ഉച്ചക്കത്തെ ഇന്ന് നമ്മളൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം രുദ്രൻകുട്ടനെ ഒന്ന് റെഡിയാക്കി അവന് ഓരോന്ന് ഇറ്റതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കുരുത്തം കെട്ട ചെറുക്കനവൻ, വെറുതെ അടങ്ങി ഇരിക്കത്തില്ല. ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പം നിങ്ങളെ എങ്ങനെയാണ് ഓണം പ്രമാണിച്ച് ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും? എന്ത് ഡ്രസ്സൊക്കെ എടുത്ത കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്മൾ രുദ്രൻകുട്ടനെ റെഡിയാക്കി ചന്ദനം തൊട്ട് നമ്മൾ ഗോപി പൊട്ട് പോലെയാണ് സാധാരണ അവന് പൊട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ തൊട്ടിട്ട് അതിൻ്റെ നടുക്ക് ഒരു കുങ്കുമം കൊണ്ടൊരു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ശക്തിക്കുട്ടനെയും കുളിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന ആൾ കസേരയിൽ ഇരിക്കുവാണ്. ഇപ്പോഴും കിടപ്പല്ലേ, അപ്പം നമ്മൾ കുറച്ച് നേരം കസേരയിൽ ഇരുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചാരു കസേര പോലത്തെ ഒരു കസേര അമ്മ മേടിച്ചിട്ടിട്ടുണ്ട്. അവനെ ഇരുത്താൻ വേണ്ടി മേടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ തലേണി വെച്ച് സപ്പോർട്ട് ചെയ്തിരുത്തി ആളിരുന്നോളും. അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലിയും ചമ്മന്തിയാണ്. അതമ്മ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കുവാണ്. നമ്മുടെ രുദ്രൻകുട്ടന് കാപ്പി കൊടുക്കണമെങ്കിൽ ശക്തിക്കുട്ടന് കൊടുത്തു കാപ്പി. അത് കഴിഞ്ഞ് രുദ്രൻകുട്ടന് കൊടുക്കണമെങ്കിൽ നമ്മൾ അവൻ്റെ പുറകെ തന്നെ ഇങ്ങനെ മെനക്കെട്ട് നടന്നാലേ ഉള്ളൂ. അടങ്ങി ഒരു സ്ഥലത്തിരുന്ന് കഴിക്കുന്ന പരിപാടിയൊന്നും അവനില്ല. അപ്പം അത് കാണിച്ചോ കാക്കേനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞൊക്കെ വേണം കൊടുക്കാൻ. അങ്ങനെ നമ്മൾ കുറേ പുറകെ നടന്നാലേ ഇച്ചിരിയെങ്കിലും ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള ഒരാളാണ് ഇവൻ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. ഇഡലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശക്തിക്കുട്ടന് കഴിക്കാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ അവന് കുറുക്കൊക്കെ ഇല്ല കൊടുക്കുന്നത്. ഇഡലിയോ ഇടിയപ്പോ എന്തെങ്കിലും അപ്പമൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കും. അല്ലാതെ ചപ്പാത്തി അങ്ങനെയുള്ള സാധനമൊന്നും അവന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കത് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അടുക്കളയിലെ ഷെൽഫ് മൊത്തത്തെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ രുദ്രൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ട് ഒന്നിനും ഒരു സമയം കിട്ടത്തില്ല. അവൻ്റെ പുറകെ തന്നെ നടക്കാനേ പറ്റത്തുള്ളൂ. അവൻ തന്നെ ഓരോന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ ഒതുക്കി വെക്കും. അവൻ അവിടുന്ന് ഇതാക്കി കൊണ്ട് നടക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പം നമുക്ക് ആ ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തു. അതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ അതിലോട്ട് കടന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോറും കറികളും വെക്കുന്ന അത്രയും സമയങ്ങൾ അതിനാവശ്യമായിട്ട് വരുന്നില്ലല്ലോ. നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പം ഈ ചെറിയ ചെറിയ പാക്കറ്റിൽ നമ്മൾ പൊട്ടിച്ചിട്ട് വെച്ചിരിക്കുന്ന അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു വലിയ ബോക്സിൽ നന്നായിട്ട് ഒതുക്കി അതിൽ വെച്ചു. പിന്നെ ഈ ഗ്ലാസ്സുകളൊക്കെ ഒന്നുകൂടെ കഴുകി മാറ്റി വെക്കണം. ഷെൽഫിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെക്കണം. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തു.
സൂര്യോദയം നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ എന്നരികിലിൽ. മലർവനയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. ആകാശമായവളെ, അകലേക്കകന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയിന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും തീർന്നുപോയി, ഞാനും ഏകയായി. ആകാശമായവളെ, അകലേക്കകന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയിന്നു ഞാൻ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാൻ താർത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. വണ്ടുലഞ്ഞ മലർ പോലെ, പാൽനിലാവിനിതൾ പോലെ, നെഞ്ചിനുള്ളിലൊരു മോഹം, അതിനിന്ദ്രനീലലയഭാവം. ചന്ദനമേഘം കുളിരു തൂവുമൊരു മഞ്ഞല പോലെ നിലാടാം, അമ്പിളി നാണം പതിയെ മീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തുവൽ നനയാം. അതിന്റെ കൂടെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള കിടപ്പുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെതും കഴിച്ചതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് കഴുകി വെച്ച് ഒതുക്കി അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറാം. അപ്പോൾ അതൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ഇഡ്ഡലി തട്ടും അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഉയരെ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകെ, വാഴ്വിൽ കനലാടും പോലെ ഉരുകുന്നൊരു മോഹം നീയേ. നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ, നിഴലാകാം നിലവാകാം, മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. സ്വപ്നം നീ സ്വർഗം നീ, സർവം നീ സർവം നീ, ഉലകിതിനോടും പൊരുതിടും ഇനി ഞാൻ നിന്നെ നേടാനഴകേ. ഇനിവനെന്നിൽ കലരുകയായി, ഒരു നദിയായി നാം ഒഴുകാൻ. ചിന്നി ചിന്നി ഉണ്ണി തിളങ്ങുന്ന വാരോളിൽ കണ്ണെനക്ക്, പൂവരച്ച് പുത്ത കണക്കനെ എഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ണു തീയ മൊഴി അയക്കും നോക്ക്, വെള്ളിക്കിണ്ണം തൊളി തുളുമ്പുന്ന ചേല്.
കോലത്തിരി വാഴുന്ന നാട്ടിലെ വലിയ കാരനെ കണ്ട് കൊതിക്കും, ഇല്ലത്തുള്ളൊരമ്പാട്ടരം നേരം കണ്ട് കളിയാക്കും. സാമൂതിരി കോലത്തെ ആണുങ്ങമുള്ള പൂവാസനയത്തു മുഴങ്ങും, വാലിട്ടിന്റെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും. എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ലത് എന്നിട്ടും നീ എന്തേ. നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ആ സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ഇഡലി തട്ടിലിരിപ്പുണ്ടായിരുന്നു. ആ തട്ടിലുള്ള ഇഡലിയൊക്കെ ഒരു പാത്രത്തിലോട്ടാക്കി നമ്മളത് അങ്ങോട്ട് ഒതുക്കി മാറ്റി വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ആദ്യം തന്നെ ചിക്കൻ വറുത്തിട്ടാണ് കറി വെക്കുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ് എല്ലാം കൂടെ നമ്മൾ ഒരു വലിയ ഉരുളിയിലിട്ട് മിക്സാക്കി എടുത്ത് റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനത് ആഡ് ചെയ്യുന്നില്ല, ഒരുപാട് വീഡിയോ ലെങ്തായി പോകും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ഇവിടെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. വൈകിട്ടും അത് തന്നെ സെയിം അത് തന്നെയായിരുന്നു ഫുഡ്. അപ്പോൾ ഇടയ്ക്ക് പിന്നെ ബാക്കിയൊന്നും നമ്മൾ വൈകിട്ടത്തേക്കൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ കാര്യം വിട്ടുപോയി, ഡയമണ്ട് ലൈഫ് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം വിട്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.